നമസ്കാരം. പ്രതീക്ഷകളുടെ കടൽദൂരം താണ്ടിയാണ് ഓരോ പ്രവാസിയും അക്കരെ എത്തുന്നത്. പ്രവാസിയുടെ ജീവിതം പകുതിയിൽ പൊലിയുമ്പോൾ ഇക്കരെ ഓരോ വീടുകളും മരുഭൂമികളാകും. സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഭാരം പേറിയുള്ള യാത്രയാണ് പ്രവാസം. പ്രവാസ ജീവിതം പൊലിയുമ്പോൾ മാഞ്ഞു പോകുന്നത് പ്രവാസിയുടെ മാത്രം കിനാക്കളല്ല, കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ പ്രതീക്ഷകളും കൂടിയാണ്. ആയിരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തൊഴിലാളി ക്യാമ്പുകൾ നിരനിരയായി ഒരു വശത്ത്, കോടികൾക്ക് മുകളിൽ വാടകയുള്ള അമ്പരച്ചുംബികൾ മറുവശത്ത്, കഷ്ടിച്ച് 100 രൂപ കൊണ്ട് ഒരു ദിനം തള്ളി നീക്കുന്നവരും ലക്ഷങ്ങൾ ഒരു ദിവസം പൊട്ടിച്ചു തീർക്കുന്നവരും പ്രവാസ ലോകത്തുണ്ട്. തുച്ഛമായി കിട്ടുന്ന ശമ്പളത്തിൽ തല ചായ്ക്കാനൊരിടവും യാത്രയ്ക്കൊരു വാഹനവും ഒത്താൽ അത് വലിയ ആഡംബരമാണെന്ന് പറയാം. ഓരോ നാണയത്തുട്ടിനെയും 10 കൊണ്ടും 20 കൊണ്ടുമൊക്കെ ഗുണിച്ചു നോക്കിയാവും പ്രവാസി ചെലവാക്കുക. പ്രത്യേകിച്ച് ആദ്യ നാളുകളിൽ ചെറിയ തുകയ്ക്ക് കിട്ടുന്ന അറബി റൊട്ടിയിൽ അവൻ പ്രാതലും അത്താഴവും സമ്പന്നമാക്കും. പ്രവാസ ജീവിതത്തിന്റെ ഭാഗമാണ് യാത്രകൾ. അതൊഴിവാക്കിയ ഒരു പ്രവാസ ജീവിതം സാധ്യമല്ല. പലപ്പോഴും നിയമങ്ങളിൽ മാറ്റം വരാറുണ്ട്. ഇതെല്ലാം പ്രവാസിയെ ബാധിച്ചെന്ന് വരാം. വിദേശ യാത്രക്കാരുടെ വിശദമായ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. 2025 ഏപ്രിൽ 1 മുതലാണ് ചട്ടം പ്രാബല്യത്തിൽ വരിക. നിയമലംഘനം നടത്തുന്ന വിമാന കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്താനാണ് നീക്കം. പുതിയ ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും തിരിച്ചും പറക്കുന്ന എല്ലാ വിമാന കമ്പനികളും കസ്റ്റംസ് പാസഞ്ചർ ടാർഗറ്റിംഗ് സെന്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ജനുവരി 10 മുമ്പായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് യാത്രാ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറേണ്ടതുണ്ട്. ട്രാൻസിറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറണമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. യാത്ര ചെയ്യുന്ന ആളുകളുടെ പേര്, ഇമെയിൽ, മൊബൈൽ ഫോൺ നമ്പർ, ടിക്കറ്റ് എടുക്കുന്നതിനായി പണം അടച്ചതിൻ്റെ പേയ്മെൻറ്റ് രീതി, PNR നമ്പർ, ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത തീയതി, ബാഗേജ് വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് കസ്റ്റംസ് ആവശ്യപ്പെടുന്ന വിവരം. വിമാന കമ്പനികളുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്ന വിമാന കമ്പനികൾക്ക് 20,000 മുതൽ 50,000 വരെ രൂപയാണ് പിഴയായി നൽകേണ്ടി വരിക. പുതിയ ചട്ടം ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ അത് നാട്ടിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ യാത്രകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലാണ് പ്രവാസികൾക്ക് ആശങ്കയുള്ളത്. പ്രവാസ ജീവിതം പലരും വിചാരിക്കും പോലെ അത്ര സുഖമുള്ളതല്ല. പല പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ അതിജീവിച്ചാണ് മിക്ക പ്രവാസികളും കഴിച്ചുകൂട്ടുന്നത്. ഉറുമ്പ് അരിമണി ശേഖരിച്ചു വെക്കും പോലെ മിച്ചം വെക്കുന്ന തുകയും അല്പം കടം വാങ്ങിയും ചേർത്ത് നാട്ടിലേക്ക് അയക്കുന്നവരാണ് പ്രവാസ ലോകത്തെ ഭൂരിഭാഗം പേരും. മക്കളുടെ വിദ്യാഭ്യാസം, തല ചായ്ക്കാനൊരിടം, സഹോദരിമാരുടെ വിവാഹം, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ആവശ്യങ്ങളുടെ കടലിലാണ് ഓരോ പ്രവാസിയും ജീവിക്കുന്നത്. കുടുംബത്തിനും നാടിനുമായി തൻ്റെ യൗവനം മാറ്റിവെച്ച് അവർക്കായി ജീവിച്ചു തീർത്ത് രോഗവും വാർദ്ധക്യവുമായി മടങ്ങുമ്പോൾ പ്രവാസികൾക്കായി നമ്മൾ എന്ത് കരുതി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പലരും കൈമലർത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.